Hello friends, ഇന്ന് നമുക്ക് IIT JEE previous year question paper ബാക്കി questions discuss ചെയ്യാം. First question. The number of amplitude modulated broadcast stations that can be accommodated in a 300 kHz bandwidth for the highest modulating frequency 15 kHz will be. ഇത് IIT JEE Mains 2018 question ആണ്. ഇതിന്റെ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് you have to find the number of amplitude modulated broadcast station ആണ്. ഓക്കെ, അതിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 300 kHz ബാൻഡ്വിഡ്ത്ത്. അപ്പോൾ 300 kHz ബാൻഡ്വിഡ്ത്തിന്റെ അകത്ത് എത്ര ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ ദ ഹൈയസ്റ്റ് മോഡുലേഷൻ ഫ്രീക്വൻസി വിൽ ബി 50 kHz. അതായത് ഓരോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഹൈയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15 kHz ആയിരിക്കണം. അങ്ങനെയുള്ള എത്ര ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ നമുക്ക് ഈ 300 kHz ബാൻഡ്വിഡ്ത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇപ്പോൾ നമുക്കറിയാം ബാൻഡ്വിഡ്ത്ത് ഫോർ AM സിഗ്നൽ എന്ന് പറയുന്നത് 2 × FM. FM is the maximum frequency present in the AM signal. മാക്സിമം ഫ്രീക്വൻസി എന്നും പറയും, ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്നും പറയും. രണ്ടും സെയിം തന്നെയാണ്. അതുകൊണ്ട് 2 × 15 = 30 kHz. അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ ബാൻഡ്വിഡ്ത്ത് 30 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷൻ നമുക്ക് റിക്വയർഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ബാൻഡ്വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ബാൻഡ്വിഡ്ത്ത് ഓഫ് ഈച്ച് AM സിഗ്നൽ. ഓക്കെ, ടോട്ടൽ ബാൻഡ്വിഡ്ത്ത് എത്ര തന്നിരിക്കുന്ന? 300 kHz ഡിവൈഡഡ് ബൈ 30 kHz. സോ ദ ആൻസർ ഈസ് 10. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ സിഗ്നൽ ഈസ് പ്ലോട്ടഡ് ബിലോ. ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ സിഗ്നൽ തന്നിട്ടുണ്ട്, കുറച്ച് പാരാമീറ്റേഴ്സ് അവർ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ എബോവ് സിഗ്നൽ? ഇതിലേത് ആണ് ഈ കറക്റ്റ് ആയിട്ടുള്ള സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ? അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ, ഏതൊരു സിഗ്നൽ അറിയണമെങ്കിലും വി നീഡ് ആംപ്ലിറ്റ്യൂഡ് അറിയണം, ഫ്രീക്വൻസി അറിയണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാം. എന്തിൻ്റെയൊക്കെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്? മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി അറിയണം, കരിയർ സിഗ്നലിൻ്റെയും ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി അറിയണം. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ ഈ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യമായി ഇവിടെ തന്നിരിക്കുന്നത് Emax ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു, Emax എന്താ തന്നിരിക്കുന്നത്? EC plus EM which is equal to 10 volt. രണ്ടാമത് എന്താണ്? E minimum, അതെന്താണ്? EC minus EM is equal to 8 volt. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് EC EM ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ആഡ് ചെയ്യാം ഈ രണ്ട് ഇക്വേഷനെയും. അപ്പോൾ യു വിൽ ഗെറ്റ് 2EC, EM ഗെറ്റ് ക്യാൻസൽഡ് അല്ലേ, ഈസ് ഈക്വൽ ടു 18 volt. അപ്പോൾ EC എന്തായിരിക്കും? 18/2 which is equal to 9 volt. ഓക്കെ, അപ്പോൾ നമുക്ക് EC എന്താണ് കിട്ടി? ഇതിന് EM എങ്ങനെ കണ്ടുപിടിക്കുക? ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഇക്വേഷന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. ദാറ്റ് ഈസ്, ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 9 plus EM ഈസ് ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ EM എന്തായിരിക്കും? 10 minus 9 which is equal to 1 volt.
അപ്പോൾ നമുക്ക് EM 1 വോൾട്ടും EC 9 വോൾട്ടെന്നും കിട്ടി. ഇത് വച്ചിട്ട് നമുക്ക് ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കും? അതിനായിട്ട് ഇവിടെ ജനറൽ ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത്? Cm of t is equal to AC plus or minus AM sin omega t into sin omega ct. ഓക്കെ, ഒമേഗനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ക്യാൻ ബി റിട്ടൺ ആസ് 2π/t എന്നും എഴുതാം അല്ലേ? ഒമേഗനെ നമുക്ക് 2πf ആണ്, അതിൽ നിന്നും 2π/t എന്ന് എഴുതാം. ബിക്കോസ് f is inversely proportional to t. അപ്പോൾ അതിനൊന്ന് മോഡിഫൈ ചെയ്തു. ഞാനിവിടെ ടൈം പീരീഡിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഇവിടെ 2 എന്ന് പറയുന്ന ടൈം പീരീഡിലാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ മോഡിഫൈ ചെയ്തത്. ഫ്രം ഗ്രാഫ് എ മാക്സ് എന്നും പറയാം, ഇ മാക്സ് എന്നും പറയാം. ആംപ്ലിറ്റ്യൂഡിൻ്റെ മാക്സിമം ഓക്കെ തന്നിട്ടുണ്ട്. 8 to 10 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഈ EC എന്ന് പറയുന്നത് 9 വോൾട്ടും EM എന്ന് പറയുന്നത് 1 വോൾട്ടും ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ +9 ± 1 ആണ് ഇവിടെ ആക്ച്വലി വേരി ചെയ്യുന്നത് അല്ലേ? ഈ രീതിയിലും കണ്ടുപിടിക്കാം. ഡയറക്റ്റായിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെയായിരുന്നാലും AC you will get 9 volt and AM is equal to 1 volt. But time period of the modulating signal എത്രയാണ് കണ്ടിരിക്കുന്നത്? That is 100 microsecond. 1 micro എത്രയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 1 micro is equal to 10⁻⁻6. and TC എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് ഏതിൻ്റെ ടൈം പീരീഡ് ആണെന്ന് അറിയണം അല്ലേ? ഇവിടെ ഒരു ചെറിയ ഒരു ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി കരിയർ സിഗ്നൽ. കാരണം കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് അതിൻ്റെ ടൈം പീരീഡ് വളരെ ചെറുതായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി ആയിരിക്കും. അതുകൊണ്ട് ടൈം പീരീഡ് വളരെ കൂടുതലൊരു 100 മൈക്രോസെക്കൻഡുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും നമുക്കെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ ജനറൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് ആണ്. നമുക്കറിയാം ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ അകത്ത് സൈഡ് ബാൻഡ്സ് ഏതൊക്കെയാണ്? ഇതാണ് സൈഡ് ബാൻഡ്സ് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ സൈഡ് ബാൻഡ്സ് എന്ന് പറയുന്നത്? ഒന്നെന്ന് പറയുന്നത് ദിസ് വൺ, ദാറ്റ് ഈസ് ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയും, FC - FM. പിന്നെ അടുത്തത് FC + FM അപ്പർ സൈഡ് ബാൻഡ്. അപ്പോൾ ഈ രണ്ട് സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഒരു ഇക്വേഷൻ ഓഫ് ദ സിഗ്നൽ ആണ് തന്നിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ രണ്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ജനറൽ ഫോം ഓഫ് ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഈ ഇക്വേഷനുമായിട്ട് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഴുതാം AC എന്നാണ് ഇവിടെ 10 × എന്നാണ് തന്നേക്കണം. സോ AC is equal to 10. പിന്നെ AM/AC is equal to 0.3 ഇവിടെ ഉണ്ട്. ഒമേഗ m എന്താണ്? യെസ്, ഇറ്റ് ഈസ് മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഈസ് 2.2 × 10⁴. അടുത്തത് ഒമേഗ c എന്താണ്? അത് കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്. ദാറ്റ് ഈസ് ഗിവൺ ആസ് 5.5 × 10⁵. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് വേണ്ട FCയും FMഉം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് FM എങ്ങനെ എഴുതാം? ബിക്കോസ് ωm എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പം യു ക്യാൻ ഫൈൻഡ് FM is equal to, നമുക്കൊരു റിലേഷൻ അറിയാം അല്ലേ? ഒമേഗയും എഫും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒമേഗ is equal to 2πf അല്ലേ? അപ്പം അത് ഉപയോഗിച്ച് എഫ് കണ്ടുപിടിക്കാം. F is equal to ω/2π. അപ്പോൾ നമുക്ക് FM എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം അല്ലേ? 2.2 × 10⁴ / 2 × 22/7.
കാരണം ഇവിടെ 22/7 പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ദിസ് ഇസ് ദ ആൻസർ യു വിൽ ഗെറ്റ്. അടുത്തത് എഫ് സി. ഒമേഗ സി അറിയാമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് എഫ് സി അല്ലേ. എഫ് സി ഈസ് ഈക്വൽ ടു ഒമേഗ സി ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ അതിനും യു വിൽ ഗെറ്റ് ദ ആൻസർ 87.57 കിലോ ഹെർട്സ്. 10⁻³ എന്ന് പറയുന്നത് കിലോയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സൈഡ് ബാൻഡ്സ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എഫ് സി മൈനസ് എഫ് എം, എഫ് സി പ്ലസ് എഫ് എം. ഈ രണ്ട് വാല്യൂ മൈനസ് ചെയ്യുക, പ്ലസ് ചെയ്യുക. Then you will get two answers, that is 84.07 kilohertz ഉം 91.07 kilohertz. നിങ്ങൾ യൂണിറ്റ് കൃത്യമായി ശ്രദ്ധിക്കുക. ഇൻ കിലോ ഹെർട്സ് ആണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ റോങ് ആൻസർ കിട്ടും. കാരണം ഇവിടെ 892.5, 857.5 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഈ വാല്യൂയുമായി അപ്രോക്സിമേറ്റ്ലി അടുത്ത് നിൽക്കുന്നത് ദിസ് ഓപ്ഷനാണ്. അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി. Next question നോക്കാം. The modulation frequency of an AM radio station is 250 kHz, which is 10% of the carrier wave. If another AM station approaches you for license, what broadcast frequency will you allot? ഇവിടെ ക്വസ്റ്റ്യനിൽ മോഡുലേഷൻ ഫ്രീക്വൻസി ഓഫ് എ AM റേഡിയോ സ്റ്റേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് 250 kHz. അതെന്ന് പറയുന്നത് 10% ഓഫ് ദ കാരിയർ വേവ് ആണ്. കാരിയർ വേവിൻ്റെ 10% ആണ് ഈ മോഡുലേഷൻ ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അനദർ AM സ്റ്റേഷൻ അപ്രോച്ച് ചെയ്താൽ നമ്മൾ ഏത് ഫ്രീക്വൻസി ആയിരിക്കും അവർക്ക് അലോട്ട് ചെയ്യുന്നത്. ലൈസൻസ് കൊടുക്കാന്ന് നമ്മൾ ഏത് ഫ്രീക്വൻസി ആയിരിക്കും അലോട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്രീക്വൻസീസ് അലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഫ്രീക്വൻസീസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്തറിയണം? ഈ AM റേഡിയോ സ്റ്റേഷൻ്റെ ബാൻഡ് വിഡ്ത്ത് അറിയണം. ഓക്കെ, ബാൻഡ് വിഡ്ത്താണ് നമ്മൾ ഫ്രീക്വൻസി റേഞ്ച് തരുന്നത്. അപ്പോൾ ആ റേഞ്ച് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ഒരു AM ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷന് നമുക്കൊരു ഫ്രീക്വൻസി അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന AM റേഡിയോ സ്റ്റേഷൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ പറഞ്ഞിട്ടുണ്ട് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10% ഓഫ് കരിയർ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ കരിയർ ഫ്രീക്വൻസി എത്രയായിരിക്കും? 250 ഡിവൈഡഡ് ബൈ 0.1. 10% എന്ന് പറഞ്ഞാൽ 0.1. സോ ദാറ്റ് ഈസ് 2400 kHz അല്ലേ. അപ്പോൾ കരിയർ ഫ്രീക്വൻസി ഇവിടെ 2500 kHz ഉം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി 250 kHz ആണ്. ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് FC മൈനസ് FM ടു FC പ്ലസ് FM ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അപ്പോൾ നമുക്കിവിടെ എന്താണ് റേഞ്ച് കിട്ടുന്നത്? 2250 ടു 2750 kHz ആയിരിക്കും നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരു ഫ്രീക്വൻസി അലോട്ട് ചെയ്യുമ്പോൾ ഈ ഫ്രീക്വൻസിക്ക് അകത്തൊരിക്കലും വരാൻ പാടില്ല. വന്നിട്ടുണ്ടെങ്കിൽ ദെൻ ഓവർലാപ്പ് നടക്കും. അങ്ങനെയാണെങ്കിൽ സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആവും. ഓക്കെ, അപ്പോൾ അതുണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ റേഞ്ച് ഇല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ഫ്രീക്വൻസി നമുക്ക് അലോട്ട് ചെയ്യാമെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രം ഓപ്ഷൻ A to C ഏത് ഫ്രീക്വൻസി ആണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്താൽ, ഈ 3 ഫ്രീക്വൻസിയിൽ ഏത് സെലക്ട് ചെയ്തിരുന്നാലും ഇതുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. കാരണം ഈ ഫ്രീക്വൻസീസ് ഏത് ഫ്രീക്വൻസിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആക്ച്വലി ദീസ് ഫ്രീക്വൻസീസ് ആർ റെപ്രസെൻറ്റിംഗ് ദ കരിയർ ഫ്രീക്വൻസി. അതായത് നമ്മളൊരു പുതിയൊരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ്റെ കരിയർ ഫ്രീക്വൻസിനെയാണ് ഈ തന്നിരിക്കുന്നത് 4 അപ്പോൾ കരിയർ ഫ്രീക്വൻസി ഓരോന്നായിട്ട് നിങ്ങൾ നോക്കുക. ഇവിടെ 2750 kHz അത് ഓൾറെഡി നമുക്ക് ഓവർലാപ്പിംഗ് ആണ്. 2250 kHz അതും ഓവർലാപ്പിംഗ് ആണ്. ഇനി അടുത്തത് ഇത് രണ്ടുമാണ് ഉള്ളത് അല്ലേ. ഇതിൽ 2900 kHz അത് നമ്മൾ കരിയർ ഫ്രീക്വൻസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമ്മളുടെ കരിയർ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ FM എന്തായിരിക്കും?
ബിക്കോസ് എഫ് എമ്മിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദിസ് വൺ ആണ് അല്ലേ. അപ്പോൾ എഫ് എം എന്ന് പറയുന്നത് 290 kHz ആയിരിക്കും. അപ്പോൾ എഫ് സി എന്ന് പറയുന്നത് 2900 ആയിരിക്കും. അപ്പോൾ എഫ് സി മൈനസ് എഫ് എം എന്ന് പറയുന്ന വാല്യൂ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ 2610 എന്ന വാല്യൂ ആണ് കിട്ടുക. എഫ് സി മൈനസ് എഫ് എം ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. 2610 എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന ഫ്രീക്വൻസിയാണ് അല്ലേ, നമ്മളെ റേഞ്ചിൻ്റെ അകത്ത് വരുന്ന ഫ്രീക്വൻസിയാണ്. അതായത് ഒരു പുതിയ ഫ്രീക്വൻസി നമ്മൾ 2900 കൊടുത്താൽ അതിൻ്റെ ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് 2610 ആയിരിക്കും. അത് നമ്മളുടെ ഈ പഴയ AM സ്റ്റേഷനുമായിട്ട് എന്താണ് ഓവർലാപ്പ് ചെയ്യും, ഇതുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതും എടുക്കാൻ പറ്റില്ല. ഇനി ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സിൻസ് 3 ആൻസറും റോങ് ആയതുകൊണ്ട് 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബട്ട് ദർ ആർ സംടൈംസ് റോങ് ഓപ്ഷൻസും വരാറുണ്ട്. ബട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ ചെക്ക്. ഇത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ എഫ് സി എന്ന് പറയുന്നത് 2000 അല്ലേ. അങ്ങനെയാണെങ്കിൽ എഫ് എം എന്തായിരിക്കും? എഫ് എം വിൽ ബി 200 ആയിരിക്കും. ഇത് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 1800 ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പർ സൈഡ് ബാൻഡ് എന്താണ്? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 2200 ആണ്. അപ്പോൾ ന്യൂ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 1800 തൊട്ട് 2200 ആണ്. അത് ഈ റേഞ്ചുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇത് 2250 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു 50 ഹെർട്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി ചൂസ് ചെയ്യാം. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ആദ്യത്തെ 2 ഓപ്ഷൻ ആദ്യമേ അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അത് രണ്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി സിയും ഡിയും ഇതുപോലെ ചെയ്ത് നോക്കുക ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A TV transmission tower has height of 140 meter and the height of receiving antenna is 40 meter. What is the maximum distance up to which signals can be broadcasted from this tower in line of sight? അതാണ് LOS mode. ഇപ്പോൾ റേഡിയസ് ഓഫ് ദ എർത്തും തന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ലൈൻ ഓഫ് സൈറ്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ട്രാൻസ്മിറ്റർ റിസീവറിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Yes, it is dm is equal to square root of 2 into r into ht plus square root of 2 into r into hr. അതിൽ htയും hrഉം എന്താണ്? ht is height of transmitter and hr is height of receiver. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ പാരാമീറ്റേഴ്സും തന്നിട്ടുണ്ട്. Then you can easily substitute and find the answer. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതായിരിക്കും കിട്ടുന്നത്? You will get option D as answer. 65 kilometer ആയിരിക്കും. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. ഇത് JEE കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a communication system operating at wavelength 800 nanometer, only 1% of source frequency is available at signal bandwidth. The number of channels accommodated for transmitting TV signals of bandwidth 6 MHz are. ഇവിടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്, പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 800 നാനോമീറ്റർ ആണ്. അതിൽ 1% ഓഫ് ദി സോഴ്സ് ഫ്രീക്വൻസി ആണ് സിഗ്നൽ ബാൻഡ് വിഡ്ത്തിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ചാനൽ accommodated for transmitting TV signals of bandwidth 6 MHz. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ലാംഡ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ലാംഡ എന്താണെന്ന് അറിയാമെങ്കിൽ തന്നെ യു ക്യാൻ ഫൈൻഡ് വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് സിഗ്നൽ. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം C = F × ലാംഡ. അതിൽ നിന്നും F = C / ലാംഡ. സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3 × 10⁸ m/s. ഇതെപ്പോഴും അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ഫ്രീക്വൻസി. ദാറ്റ് ഇസ് 3.75 × 10⁻14 ഹെർട്സ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1% ആണ്
സിഗ്നൽ സോഴ്സ് ഫ്രീക്വൻസി കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1% ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും 0.01 ബിക്കോസ് 1% എന്ന് പറയുന്നത് 1 divided by 100 you will get 0.01 into 3.75 into 10⁻14 hertz. അത് എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത് 3.75 into 10⁻12 ആയി മാറും അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഇവിടെ ടി വി സിഗ്നൽസിന്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണ് തന്നിരിക്കുന്നത് 6 MHz. അപ്പോൾ ഇതിൽ നിന്നും ആൻസർ യു വിൽ ഗെറ്റ് 6.25 into 10⁻5. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A telephonic communication service is working at carrier frequency of 10 GHz. Only 10% of it is utilized for transmission. How many telephonic channels can be transmitted simultaneously if each channel requires a bandwidth of 5 kHz? നേരത്തെയൊക്കെ ചെയ്ത മാതിരത്തെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ടെലഫോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അങ്ങനെ ഓരോ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയായിരിക്കും? 10% ഓഫ് ജിഗാഹെർട്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ 10% ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ 1% എന്ന് പറഞ്ഞ മതി, 10%. അപ്പൊ 10% ഓഫ് 10 GHz എത്രയായിരിക്കും? ഇറ്റ് ഈസ് 1 GHz. അപ്പൊ നമ്പർ ഓഫ് ചാനൽസ് അങ്ങനെ കണ്ടുപിടിക്കും. 1 GHz ഡിവൈഡഡ് ബൈ ഈ ചാനൽ റിക്വയർസ് എ ബാൻഡ്വിഡ്ത്ത് ഓഫ് 5 kHz ആണ്. അതുകൊണ്ട് 1 GHz ഡിവൈഡഡ് ബൈ 5 kHz and you will get the answer as 2 into 10⁻5. അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The carrier frequency of a transmitter is provided by a tank circuit of coil of inductance 49 microhenry and a capacitance of 2.5 nanofarad. It is modulated by an audio signal of 12 kHz. The frequency range occupied by the sidebands is. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് സൈഡ് ബാൻഡ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് ഈസ് കരിയർ ഫ്രീക്വൻസി FC. FC എന്താണെന്നും അറിയണം, FM എന്താണെന്നും അറിയണം അല്ലേ. അപ്പോൾ FCയും FMഉം കണ്ടുപിടിക്കുക. ഇങ്ങനെ SC FM കണ്ടുപിടിക്കുക. FM ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? FM ഈസ് ഈക്വൽ ടു 12 kHz തന്നിട്ടുണ്ട്. അപ്പോൾ FC കണ്ടുപിടിക്കാനായിട്ട് ഈ ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു LC സർക്യൂട്ടിനെയാണ് എപ്പോഴും ഒരു ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. LC എന്ന് പറഞ്ഞാൽ ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും ഉള്ള സർക്യൂട്ടിനെയാണ് ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു ടാങ്ക് സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഫോർമുല ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. 1/2π√LC. അപ്പം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10⁻⁻6 കാരണം 10 മൈക്രോ ആണ് ഇവിടെ. ദിസ് ഇസ് 10⁻⁻9 കാരണം ഇത് നാനോ ഫാരഡ് ആണ്. അതുകൊണ്ട് 10⁻⁻9. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കിട്ടും ദിസ് വൺ. അപ്പൊ FC FM കിട്ടിയ then how will you find range? Range is the FC minus FM to FC plus FM ആണ്. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then you will get the ranges this. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. An audio signal consists of two distinct sounds. One a human speech signal in the frequency band of 200 Hz to 2700 Hz, while the other is a high frequency music signal in the frequency band of 10,200 Hz to 15,200 Hz. The ratio of the AM signal bandwidth required to send both the signals together to the AM signal bandwidth required to send just the human speech is. അവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹ്യൂമൻ സ്പീച്ച് സിഗ്നലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 200 Hz to 2700 Hz ആണ്. ഓൾസോ ഒരു ഹൈ ഫ്രീക്വൻസി മ്യൂസിക് സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10,200 Hz to 15,200 Hz ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് രണ്ടിന്റെയും ഒന്നെന്ന് പറയുന്നത് റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് AM സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് required to send both signals. അതായത് ഈ രണ്ട് സിഗ്നൽസും കൂടെ ഒന്നിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ബാൻഡ് വിഡ്ത്ത് ടു ദ AM സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് required to send just the human speech.
അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ റേഷ്യോ ആണ്. എന്തിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്? രണ്ട് സിഗ്നൽസും, അതായത് ഹ്യൂമൻ സ്പീച്ച് സിഗ്നലും ഹൈ ഫ്രീക്വൻസി മ്യൂസിക് സിഗ്നലും കൂടെ ഒന്നിച്ചയക്കുമ്പോൾ ഉള്ള ബാൻഡ് വിഡ്ത്ത് ടു എന്താണ്? ഹ്യൂമൻ സ്പീച്ച് സിഗ്നൽ മാത്രം അയക്കുമ്പോൾ AM സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത്. ഈ രണ്ട് ബാൻഡ് വിഡ്ത്തിന്റെയും കൂടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? when both signals, നമുക്ക് ആദ്യം അറിയണം ബാൻഡ് വിഡ്ത്ത് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് when both signals send together, രണ്ട് സിഗ്നലും കൂടെ ഒന്നിച്ച് സെൻഡ് ചെയ്യണമെങ്കിൽ 4 ഫ്രീക്വൻസി ഉണ്ട്. ഒന്ന് 200 Hz to 2700 Hz, പിന്നെ ഇത് രണ്ടും. അപ്പൊ ഈ 4നും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഏതാണ്? 15200 ആണ്. അതുകൊണ്ടാണ് നമ്മൾ 15200 ഈ രണ്ട് സിഗ്നലും ഒന്നിച്ച് സെൻഡ് ചെയ്യുമ്പോൾ. അടുത്ത ലോ ഫ്രീക്വൻസി എന്തായിരിക്കും? ഈ 4 ഫ്രീക്വൻസിയിലും ഏറ്റവും ചെറുത് ഏതാ? 200 Hz ആണ്. അപ്പോൾ 200 Hz. അപ്പോൾ അതിന്റെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഹയർ ഫ്രീക്വൻസി മൈനസ് ലോവർ ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഇവിടുത്തെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 15000 Hz കിട്ടി. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത് ഹ്യൂമൻ സ്പീച്ച് സിഗ്നൽ മാത്രം സെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാൻഡ് വിഡ്ത്ത്. ഹ്യൂമൻ സ്പീച്ച് സിഗ്നൽ മാത്രം സെൻഡ് ചെയ്യുമ്പോൾ ഹൈ ഫ്രീക്വൻസി എന്തായിരിക്കും? അപ്പോൾ അവിടുത്തെ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2700 Hz ആണ്. ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 200 Hz ആണ്. അപ്പോൾ അവിടുത്തെ ബാൻഡ് വിഡ്ത്ത് എന്താണ്? ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2700 മൈനസ് 200 വിച്ച് ഈസ് ഈക്വൽ ടു 2500 Hz. ഇത് രണ്ടിന്റെ റേഷ്യോ ആണ് നമുക്ക് അറിയേണ്ടത്. ദാറ്റ് ഈസ് 15000 ഡിവൈഡഡ് ബൈ 2500 വിച്ച് വിൽ ഗീവ് യു 6. അപ്പോൾ അവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അതിന് 4 ഓപ്ഷൻസും പറഞ്ഞിട്ടുണ്ട്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നും കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ട് വേവ് ട്രാൻസ്മിഷൻ ഈസ് അച്ചീവ് ഡ്യൂ ടു ദ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓഫ് EM വേവ്സ് ഫ്രം ആൻ അപ്രോപ്രിയേറ്റ് ഹൈറ്റ് ഓഫ് അയനോസ്ഫിയർ. അത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇവരുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയാണ് EM വേവ്സ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് അല്ലേ. ഇനി അടുത്ത രണ്ടാമത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്ലാസ്മ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് EM വേവ്സ്. പ്ലാസ്മയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി റോങ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്ലാസ്മ എപ്പോഴും ഫ്രീക്വൻസി ഓഫ് EM വേവ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതും ഉള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ A ആണ്. A എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സ്കൈ വേവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ഷോർട്ട് വേവ് ട്രാൻസ്മിഷൻ അവിടെ നടക്കുന്നത് ഇന്റേണൽ റിഫ്ലക്ഷൻ ഓഫ് EM വേവ് ഫ്രം ആൻ അപ്രോപ്രിയേറ്റ് ഹൈറ്റ് ഓഫ് അയനോസ്ഫിയർ ആണ്. അത് ട്രൂ ആണ്. സെക്കൻഡ് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് നമുക്ക് ഇതായിരിക്കും നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇതിനെന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ. അപ്പോൾ ഇന്നിവിടെ നമ്മൾ 2011 തൊട്ട് 2019 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന ചാപ്റ്ററിൽ ഇത്രയും നാള് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് ചില ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻഡയറക്റ്റ് ആയിട്ട് കാണുന്നുള്ളൂ. അതായത് നിങ്ങൾ ഇതിന് മുന്നേ പഠിച്ച ചില ഇക്വേഷൻസുകളും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ എക്സാം എപ്പോഴാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എപ്പോഴായിരുന്നാലും നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഈ ലോക്ക്ഡൗൺ ടൈം എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ റിവ്യൂ ഞാൻ കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.